ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര 52-ാം ഭാഗം. ദൈവൈക്യ ശുശ്രൂഷ അഥവാ ദിവ്യകാരുണ്യ ശുശ്രൂഷ. നമ്മൾ മുൻപ് അർത്തോസിൽ കണ്ടത് അനുരഞ്ജന ശുശ്രൂഷയെക്കുറിച്ചായിരുന്നു. ദൈവൈക്യ ശുശ്രൂഷ അനുരഞ്ജനത്തിൻ്റെ പരിണത ഫലമാണ്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നപേക്ഷിച്ചുകൊണ്ട് ആരാധനാ സമൂഹം ഏറ്റുപറഞ്ഞ് ആനന്ദിക്കുകയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവത്തിൻ്റെ പരിശുദ്ധി ഏറ്റുപറഞ്ഞ് ദൈവൈക്യത്തിൽ കുർബാന സ്വീകരണത്തിലൂടെ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ദൈവൈക്യം പ്രഘോഷിക്കുകയാണിവിടെ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയർ, പ്രസന്നവദനർ, നിഷ്കളങ്കർ അങ്ങനെ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണം. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കണം. ഞങ്ങളുടെ വദനങ്ങളെ പുതിയ വീണകളാക്കണം. ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ആലപിക്കണം. നിന്റെ കുരിശ് സ്ലീവ ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കണം. ഇങ്ങനെ ആരാധനാ സമൂഹം അനുരഞ്ജനത്തിൻ്റെ ആനന്ദം ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് സഭയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഐക്യം പ്രഘോഷിക്കുകയാണ് ദൈവൈക്യ ശുശ്രൂഷയിൽ. പൂർണ്ണമായും അനുരഞ്ജിതരായവർ ആ സ്വാതന്ത്ര്യത്തോടുകൂടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ പിതാവേ എന്ന് സ്വർഗസ്ഥനായ പിതാവിൻ്റെ സാന്നിധ്യവും ഞങ്ങളുടെ സഭയായി അങ്ങയുടെ മുമ്പിൽ ഒരുമിച്ച് ചേർന്നിരുന്ന ഞങ്ങളുടെ ഐക്യവും പ്രഘോഷിക്കുകയാണിവിടെ. ഉത്ഥിതനായ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നതിന് മുൻപ് ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് നൽകിയ സമാധാനം അത് ഹൃദയത്തിൽ നിറയ്ക്കുകയാണ് നമ്മൾ. ഇവിടെ ശുശ്രൂഷി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സാധാരണ ദിവസമാണെങ്കിൽ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുക. അപ്പം ഏകപിതാവ് പരിശുദ്ധൻ, ഏകപുത്രൻ പരിശുദ്ധൻ, ഏകറൂഹ പരിശുദ്ധൻ, ത്രിത്വേക ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ഏറ്റുപറഞ്ഞിട്ട് ശുശ്രൂഷയുടെ ആഹ്വാനം എങ്ങനെ? സഭയിൽ ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കാനുള്ള ആഹ്വാനമാണ്. അത് പ്രകീർത്തിക്കുകയാണ്. സഭയിൽ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. അതിനുശേഷമാണ് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ഈശോയുമായിട്ടുള്ള ഐക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. കുർബാന നൽകിക്കൊണ്ട് പുരോഹിതൻ പറയുന്നത് ഇപ്രകാരമാണ്: ആത്മീയ വിരുന്ന് നിത്യജീവനു കാരണമാകട്ടെ. ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ദാനം നിത്യജീവനിൽ നമ്മൾ പങ്കുചേരുകയാണ്. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മാമോദീസ സ്വീകരിച്ച സകലരും വിശുദ്ധ ഗണത്തിൽ സഭയുടെ അംഗങ്ങളാണ്, സഭാഗണമാണ്. അവരെയാണ് ഉദ്ദേശിക്കുന്നത്. മാമോദീസ സ്വീകരിച്ചവർ വിശുദ്ധ ജനമായി മാറുന്നു. അവർക്കുള്ള അവകാശവും അവർക്കുള്ള ദൈവത്തിൻ്റെ അമേയമായ പ്രത്യേകമായ ദാനവുമാണ് പരിശുദ്ധ കുർബാന എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ചിന്തിക്കാം, ഒരു ദൈവപുത്ര അസ്തിത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടെയാണോ ഞാൻ ദൈവൈക്യ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്? ദൈവം എൻ്റെ പിതാവാണെന്നും ഇവിടെ നിൽക്കുന്ന എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണെന്നും ഉള്ള ഒരു അവബോധം എന്നെ നയിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ ശാന്തിയും സമാധാനവും എത്രമാത്രം എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും നിറച്ച് തുളുമ്പിക്കുന്നുണ്ട്? കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ രൂപപ്പെട്ട സഭയുടെ അംഗമായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ടോ? പിശാചിൻ്റെയും അവൻ്റെ പ്രലോഭനത്തിൻ്റെയും കെണിയിൽ വീഴാതെ ശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ഞാൻ ആത്മാഭിമാനം കൊള്ളാറുണ്ടോ? ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലും എനിക്ക് വെറുപ്പോ വിദ്വേഷമോ സ്നേഹരാഹിത്യമോ എന്നിലുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈശോയുടെ ശരീരരക്തമാകുന്ന സ്നേഹത്തിൻ്റെ അഗ്നിയിൽ അതിട്ട് ചാരമാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ? വിശുദ്ധർക്കുള്ള ഈ ദാനം പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ പങ്കുചേരാൻ
എൻ്റെ വാക്കും പ്രവൃത്തിയും ഞാൻ രൂപപ്പെടുത്തുന്നുണ്ടോ? കുർബാന സ്വീകരിക്കുന്നതിലൂടെ എൻ്റെ ഈശോ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നൊരു അടിയുറച്ച ബോധ്യം എനിക്കുണ്ടോ? ഒരു വ്യക്തിയാണ് എൻ്റെ ഉള്ളിൽ കുടില് വെച്ചത്, വാസമുറപ്പിച്ചത് എന്നൊരു ചിന്ത എനിക്കുണ്ടോ? സ്വർഗീയമായ വിരുന്നിൽ പങ്കുചേരുന്നതിൻ്റെ ഒരു മുൻ ആസ്വാദനം പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്നിലുണ്ടോ? ഇരുകരങ്ങളും നെഞ്ചോട് കുരിശാകൃതിയിൽ ചേർത്ത് പിടിച്ചാണോ ഞാൻ പരിശുദ്ധ കുർബാന നാവിൽ സ്വീകരിക്കുന്നത്? കുർബാനയിൽ പങ്കുകൊണ്ടിട്ട് കുർബാന സ്വീകരിക്കാതെ ഈശോയെയും സഭയെയും ഞാൻ അവഹേളിക്കുന്ന പതിവെന്നിലുണ്ടോ? കുർബാന സ്വീകരണം വഴി ഈശോ എന്നിലും ഞാൻ ഈശോയിലും ആണെന്നുള്ള ഐക്യത്തിൻ്റെ ബോധ്യം, സന്തോഷം, ആനന്ദം, നിർവൃതി, നിറവ് എന്നിലുണ്ടോ? അങ്ങനെ ദൈവ ഐക്യത്തിലൂടെ സത്യദൈവത്തെയും സഭയെയും അംഗീകരിച്ച് ഏറ്റുപറയാനുള്ള മനസ്സും മനോഭാവവും നമ്മുടെ കുർബാന അർപ്പണങ്ങളിലുണ്ടാവട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.